നമ്മുടേതായിട്ടുള്ള ഇട്ടുകൂട്ടി വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പണിയായിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അപകടം, വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ അപകടം എന്താണ്? ഒന്നാമത്തെ അപകടം എന്താ പറഞ്ഞത്? ടൈം എടുക്കുന്നത്, അല്ലേ? എത്രയും വേഗം വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയണം. അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ 37-36 ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒറ്റ ഉത്തരവാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഉടനെ അമ്മ പറയണത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ലൂക്കാ 1:38 അതിൽ നിസ്സാര കാര്യമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴേ അതിനകത്ത് കുറേ കണ്ടൻസ് ഉണ്ട്. ദൈവം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള കുറേ ആത്മീയ മുദ്രകളുണ്ട്. അതെല്ലാം കൂടിയാണ് ഒറ്റ പ്രൊക്ലമേഷനിലാണ്. എന്താണ്? വിശ്വാസം ഉണ്ട് അതിൻ്റെ അകത്ത്, പ്രത്യാശ ഉണ്ട് അതിൽ, ദൈവസ്നേഹം ഉണ്ട് അതിൽ. ഇത് മൂന്നും കൂടിയിട്ടാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. എന്താണ്? സമർപ്പണം. വിശ്വാസം, പ്രത്യാശ. അതുകൊണ്ടാണ് അമ്മ പറയണം, അമ്മ പറയണത് എന്താണ്? അപ്പ ഞാനിത് വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, എല്ലാം ഔട്ട് ഓഫ് ലവ്. അതാണ് പ്രശ്നം. നമ്മൾ വിശ്വസിക്കുക. അമ്മയെ മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് അമ്മയുടെ വിശ്വാസം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അമ്മയ്ക്കത് മനസ്സിലാവത്തില്ല. ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ. പക്ഷേ റീസണബിൾ അല്ലെങ്കിലും അമ്മ പറയും, അപ്പ ഇത് ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ എന്താണ്? ഇത് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ്. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹമായില്ലേ? ഇതെല്ലാം കൂടി ഒറ്റ വാക്കാണ് അമ്മ പറയണത്. ദാസി, സമർപ്പണം. പ്രാർത്ഥിക്കുക, കർത്താവേ അമ്മയെപ്പോലെ എനിക്ക് സമർപ്പണത്തിന്റെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും നിറഞ്ഞ സമർപ്പണത്തിന്റെ വരമായി എന്നെ അഭിഷേകം ചെയ്യണമേ. കാരുണ്യമേ, സ്നേഹമേ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇപ്പോൾ വിശ്വാസമായാലും ശ്രദ്ധിക്കുക, വിശ്വാസമായാലും പ്രത്യാശ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് വിത്തിൻ നോ ടൈം വിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ പ്രഖ്യാപിക്കുന്ന സബ്ജക്റ്റിൽ അമ്മ സമയമെടുത്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അമ്മ ദാസി എന്ന് പറഞ്ഞതാണ് ലൂക്കാ 1:38. അപ്പോൾ ദാസി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് എന്തൊക്കെ ഉണ്ട്? ഓൾറെഡി വിശ്വാസമുണ്ട്, പിന്നെന്താണ്? പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയാണ് സമർപ്പണം എന്നുള്ള ഒറ്റ വാക്കിൽ അമ്മ പറഞ്ഞത്. അതോടുകൂടി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്കും ആകാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാമല്ലോ, ആധ്യാത്മികതയിലെ ആദ്യ അക്ഷരങ്ങളെന്ന് പറയുന്നത് ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടാകണം. എന്തിനാണ്? എനിക്കും ഒരു ആഗ്രഹം ഉണ്ടാകണം. എങ്ങനെ ആഗ്രഹം ഉണ്ടാകണം? ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഞാൻ കൈ ഉയർത്തുമ്പോൾ കടൽ ശാന്തമാകണേന്ന്. എൻ്റെ ആഗ്രഹമാണത്. അച്ഛനാകണ കാലത്ത് കടൽ കാണുമ്പോൾ ഞാൻ അത് കാരണം എപ്പോഴും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ പോയി കൈ ഉയർത്തി പ്രാർത്ഥിക്കും. കാര്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ കടൽ കർത്താവ് എൻ്റെ വാക്ക് കേട്ട് താഴ്ത്തും. അങ്ങനെ കുറേ അനുഭവം എൻ്റെ തെദ്യവും എൻ്റെ ആത്മകഥയിലുണ്ട്. അതെന്ത് ആഗ്രഹമാണത് എന്ന് വെച്ചാൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ, കർത്താവിന് നമുക്കുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടാകണം. നിങ്ങളെ ആധ്യാത്മിക വളരണമെന്നുണ്ടെങ്കിൽ വിതിൻ നോ ടൈം ഫെയ്ത്താണ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഇമ്മീഡിയറ്റ് ഫെയ്ത്ത് എന്ന് പറയും. ഇമ്മീഡിയറ്റ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കഷൻ ഇല്ലാത്ത
ആലോചന, മറ്റുള്ളവരുമായിട്ട് ചർച്ചയില്ലാത്ത വിശ്വാസം. അതങ്ങനെയാകാവോ, ഇങ്ങനെയാകാവോ, അത് ശരിയാകുമോ, അതിങ്ങനെ വരുമ്പോൾ അങ്ങനെ ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ലേ. അവിടെ വരുമ്പോൾ റീസൺ നമ്മൾ ആവശ്യമില്ലാതെ യുക്തിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ യുക്തി അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം. ചില ആൾക്കാർ പറയും യുക്തിയിൽ നിന്ന് നാം വിശ്വാസത്തിലേക്ക് പോകണത്, യുക്തിയില്ലാത്ത വിശ്വാസം ആനയെ കൂനിയെന്നൊക്കെ പറയെങ്കിലും റീസൺ, ഓവറായിട്ട് റീസൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വിശ്വാസത്തിൽ പാലിൽ വെള്ളം ചേർന്ന പോലെ വിശ്വാസത്തിൻ്റെ പുള്ളിങ് പവർ, കമാൻഡിങ് പവർ കുറഞ്ഞു വരും. കാര്യം അതെന്താണ്? അതിൽ യുക്തിയല്ല ഉള്ളത്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? സ്നേഹമാണ് വേണ്ടത്. വിശ്വാസത്തിൽ വേണ്ട യുക്തിയല്ല വേണ്ടത്. വിശ്വാസത്തിൽ വേണ്ടത് സ്നേഹമാണ്. അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? സ്നേഹമാണ്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? സമർപ്പണമാണ്. വിശ്വാസത്തിൽ വേണ്ടത് എന്താണ്? പ്രത്യാശയാണ്. ഈ സമർപ്പണത്തിൽ വേണ്ടത് ഇതെല്ലാം വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമാണ് വേണ്ടത്, യുക്തിയേക്കാൾ ഉപരി. അപ്പോൾ ആദ്യം വിശ്വാസത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വിത്തിൻ നോ ടൈം ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം അതാണ്. ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒത്തിരിയേറെ എക്സർസൈസാണുള്ളത്. ചില ആൾക്കാർ അത് താത്വികമായിട്ട് ചെയ്യും, ചില ആൾക്കാർ ഭയങ്കര ഇൻറ്റിമസി ആയിട്ട് ചെയ്യും. തിയറട്ടിക്കലായിട്ട് അങ്ങനെ ചെയ്യാവേ. ഉടമ്പടി ചില കാര്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ഓക്കെ ചെയ്യാമല്ലോ, അതിനെന്താ കുഴപ്പം. ചില ആൾക്കാർ ഒരു കെട്ട് പത്തതിന് 2 കെട്ട് ഇങ്ങനെ എടുക്കാൻ പറയും, എടുത്തിട്ട് അവർ കൊണ്ടുപോയി ഇങ്ങനെ നോട്ടീസ് വിതരണം പോലെ വിതരണം ദാറ്റ്സൊക്കെ ക്ലിയർ ഓവറെന്ന് പറയും. അത് നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്യണതാണ്. ചില ആൾക്കാർ പത്രമൊക്കെ വാങ്ങിച്ച് കയ്യിലെടുത്ത്, കർത്താവേ ഇത് കിട്ടുന്ന ആൾ നിന്നെ അറിയാൻ ഇടയാക്കണേ എന്ന് മനസ്സിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഈ പത്രത്തെ തൊടുമ്പോൾ തന്നെ ഒന്ന് ഫീൽ ചെയ്യണേ ഈശോയെ, നിന്നെ തിരക്കി നടക്കാൻ ഇടയാകണേ കർത്താവേ എന്നൊക്കെ പറഞ്ഞ്, അത് ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അതാണ് വിഷയം. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം ഇതൊക്കെ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞ പോലെ പിതാവിൻ്റെ ഒരു ടച്ച് വേണം. പിതാവിൻ്റെ ഒരു ടച്ച് വേണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ആധ്യാത്മിക ഉയർച്ചയ്ക്കായി ആവശ്യമായ ഉൾക്കാഴ്ചകള് നൽകുന്നതിന് പിതാവിൻ്റെ ഇടപെടലുണ്ടാകാൻ എന്നെ തിരഞ്ഞെടുക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ, യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലുമെൻ, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദ ടച്ച് ഓഫ് ദി ഫാദർ. ഇപ്പം ടൈം പ്രിസൈസ് ചെയ്യണതും ടൈം ഷോർട്ട് ചെയ്യണതും അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ടച്ച് ഓഫ് ദി ഫാദർ. അതായത് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് പിതാവിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കും. നമുക്ക് ഒരു ടൈം കഴിയുമ്പോൾ അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൊണോളജിക്കൽ, എപ്പോഴും ഞാൻ പറയണം, നമ്മുടെ ക്രൊണോളജിക്കൽ ഏജും ഫെയ്ത്ത് ഏജും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവരുത്. ഇപ്പം നിനക്ക് 40 വയസ്സുണ്ട്, അപ്പോൾ യു മസ്റ്റ് ഹാവ് 40 years ഫെയ്ത്ത്. 40 വയസ്സ് നിനക്കുണ്ടെങ്കിൽ 40 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകണം. പക്ഷേ ചില ആൾക്കാർ 4 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ വണ്ടിക്ക് പിറകിൽ കാളയെ കെട്ടണം എന്ന് പറഞ്ഞില്ലേ, കാളയെ കെട്ടേണ്ട എപ്പോഴും എവിടെയാണ്? വണ്ടിക്ക് മുന്നിലാണ്. അല്ലെങ്കിൽ എന്നാലല്ലേ വണ്ടി വലിക്കത്തുള്ളൂ. ഫെയ്ത്ത് നമ്മളെയും വലിച്ചുകൊണ്ട് പോകണം, നമ്മുടെ മുന്നിലായിരിക്കണം. യു ഗോട്ട് ദ പോയിൻറ്റ്. നമ്മുടെ വിശ്വാസം നമ്മുടെ ക്രൊണോളജിക്കൽ, നമ്മുടെ ഫെയ്ത്ത് ഇയർ നമ്മുടെ ക്രൊണോളജിക്കൽ ഇയറിനേക്കാളും കൂടുതലായി. ഇപ്പം നിനക്ക് 40 വയസ്സുണ്ട്, അപ്പം നിൻ്റെ ഫെയ്ത്തിന് 45 വയസ്സുണ്ടാകണം. യു ഗോട്ട് ദ പോയിൻറ്റ്. അതാണ് വണ്ടിക്ക് മുന്നിലാണ് കാളയെ കെട്ടേണ്ടത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലായിരിക്കണം, ജീവിതത്തിന് പുൾ ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞ പോലെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ വിശ്വാസമൊക്കെ അമ്മയുടെ 10 ഇരട്ടി മുകളിൽ നിൽക്കുന്നതാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു അഭിഷേകം എപ്പോഴും ടച്ച് ഓഫ് ദി ഫാദർ. അമ്മയുടെ വിശ്വാസത്തിലുണ്ട് ഈ ടച്ച് ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ ഒരു തുടൽ. ഇത് തന്നെയാണ് പത്രോസിൻ്റെ കാര്യം. എങ്ങനെയാണ് ടച്ച് ഓഫ് ദി ഫാദർ? ഫാദറിനെ അങ്ങ് നമ്മളെ പിടിക്കണം. അതൊരു സീരിയസ് വിഷയമാണ്. ഫാദറിനെ പിടിക്കണമെങ്കിൽ നമുക്ക് പുത്രനെ പിടിക്കണം. അതിൻ്റെ ഒരു ഇൻ്റർലിങ്കിങ് അങ്ങനെ പോണത്. ഫാദറിന് നമ്മളെ പിടിക്കണം വെച്ചാൽ പിതാവായ ദൈവത്തിന് നമ്മളെ കൊള്ളാവുന്ന ആളായിട്ട് കാണണം. അതാണ് പത്രോസിനോട് പറയണത്. ഇത് മാംസരക്തങ്ങളല്ല എന്ന് പറയണില്ലേ? 16 എന്താ പറയണത്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ടച്ച് ഓഫ് ദി ഫാദർ എപ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം അമ്മയുടെ വിശ്വാസത്തിൽ ഈ ടച്ച് ഓഫ് ദി ഫാദർ ഉണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി എന്താ പറയണത്? അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവായ ദൈവമാണ്. ടച്ച് ഓഫ് ദി ഫാദറാണത്. അത്യുന്നൊരു ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പിതാവിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും എന്ന് പറയണ പിതാവിൻ്റെ പേര് കേട്ടോടുകൂടി മാതാവ് പിന്നെ ഒന്നും നോക്കിയില്ല. വന്നു കുരിശെങ്കിൽ കുരിശ്, മുൾക്കിടെങ്കിൽ മുൾക്കിടം, ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് അപ്പായാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വാസം പ്രഖ്യാപിച്ച് പറയും. വന്നെടുത്ത് വെച്ച് അപ്പ കണ്ടോളൂ എന്ന് പറയും. അതാണ് സംഭവം. ഇതാണ് അമ്മ പറഞ്ഞതാണ്. അതായത് ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കത്തട്ടെ. അതായത് വിശ്വാസം അതായത് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റീവായി മാറണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടച്ച് ഓഫ് ദി ഫാദർ വേണം. പിതാവിൻ്റെ നിങ്ങൾ ഇന്നും പോയി ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ എൻ്റെ വിശ്വാസത്തിലെ പിതാവിൻ്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമാകാൻ ഇടയാക്കണമേ. അത് ടച്ച് ഓഫ് ദി ഫാദർ വെറുതെ ഉണ്ടാകത്തില്ല. അത് അത്ര ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മൾക്ക് പിതാവിനെ നമ്മളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുത്രനെ നമ്മൾക്ക് പിടിച്ചാൽ മതി. അതാണ് അത്രയും സിമ്പിളാണത്. പിതാവിന് നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുത്രനെ ഇഷ്ടപ്പെട്ടാൽ മതി, ഈശോനെ ഇഷ്ടപ്പെട്ടാൽ മതി. നിങ്ങൾ ഈശോനെക്കുറിച്ച് എന്ത് ചെയ്താൽ, ഇപ്പം നിങ്ങളൊരാളോട് ക്ഷമിക്കണം എന്ന് വിചാരിച്ചോ, അപ്പോഴേ പറയണം ഈശോ നിൻ്റെ നാമത്തിലാണ് ഞാൻ ക്ഷമിക്കുന്നത്, എനിക്ക് നഷ്ടമാണ് ഈ കച്ചവടം. നാളെ ഇവർ എൻ്റെ വായിക്കരി പല്ലുണ്ടോ എന്ന് നോക്കും. മനസ്സിലായ? ഇവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാം. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ക്ഷമിക്കണം. എന്തിനാണ്? നിൻ്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുത്രനെ പിടിച്ചു. അപ്പോൾ പിന്നെ എന്ത് പറ്റും? ഉടനെ പിതാവിനെ നമുക്ക് ദാനമായിട്ട് കിട്ടും. അതാണ് സംഭവം.
അപ്പോൾ ഇത് ടെക്നിക്കലായിട്ട് വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ്സ് എൻ ഇൻ്റലിജൻ്റ് ലൈഫ്, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ലൈഫാണിത്. നിങ്ങൾക്ക് പിതാവുമായി ടച്ച് ഓഫ് ദി ഫാദർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം പുത്രനെ പിടിക്കണം. നിങ്ങൾ പുത്രനുമായിട്ട് നല്ല കണക്ഷനായിരിക്കണം, നല്ല കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവദൃശ്യന് റെലവൻ്റ് ആകും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ പിതാവിൻ്റെ വിസിറ്റും പിതാവിൻ്റെ ആയിട്ടുള്ള ടച്ച് ലൈനിങ്ങും ഒക്കെ ഉണ്ടാകും, നമുക്ക് ഇടപെടലുണ്ടാകും എല്ലാ കാര്യത്തിലും. ഇതൊരു അതായത് നമുക്കങ്ങനെ സിമ്പിളായിട്ട് ജീസസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് മാത്രം പറ്റത്തില്ല. ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുമെന്ന് 14-17 പറയണത് അല്ലേ? ഒന്ന് വായിച്ച് യോഹന്നാൻ 14:17. സ്തുതികടെ യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 14:20 എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും 14:21 യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കും. അച്ഛൻ പറഞ്ഞത് ടച്ച് ഓഫ് ദി ഫാദർ, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. യേശുവിനെയാണ് നമ്മൾ ആദ്യം കയ്യിലെടുക്കേണ്ടത്. അപ്പം പിതാവ് നമ്മളെ കയ്യിലെടുക്കും. ഇത് വെരി സിമ്പിൾ. അതാണ് ഈ 14:21 രാവചനയുള്ളവരോ, ഞാൻ അവരെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവരെ വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോഴേ ഇത് ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന് ടൈം കണ്ടൻറ്റ്, രണ്ടാമത്തത് ടച്ച് ഓഫ് ദി ഫാദർ. ഈ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാകുമ്പോൾ ദൈവം ഒരു ഓൺലൈൻ ആയിപ്പോവും നമ്മുടെ. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി. അങ്ങനെ നമ്മുടെ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. സങ്കീർത്തനം 32:8 പറഞ്ഞോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. 2 സംഭവം ഇതാണ്. അപ്പം ഇത് വെരി സിമ്പിൾ അല്ലേ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ, അവർക്കൊരു ഐഡിയ ഇല്ല. എന്നുവെച്ചാൽ അവരുടെ സമയത്ത് അവരുടെ വീട് നിൽക്കുന്നത് CRZ പരിധിക്കകത്താണ് നിൽക്കുന്നത്. 7 പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ പോയി, ഇനി നടക്കാനവർക്ക് വഴിയില്ല, തീർന്നു. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം. ഈ ബൈബിളിൻ്റെ ബൈബിൾ രസം പിടിച്ചു പോയാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഇത് മാറ്റത്തില്ല. കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ പ്രശ്നം, അത് മുഴുവൻ ബൈബിൾ പറയും, മണിമണി പോലെ പറയും. ബൈബിളുമായിട്ട് കുറച്ച്, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ യേശുവായിട്ട് അടുത്ത്, അപ്പോൾ പിതാവ് നിങ്ങളോടടുത്ത്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ രഹസ്യങ്ങളിലേക്ക് പോരും, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ. ഇപ്പോൾ ഈ ചേച്ചി എന്ന് പറയുന്നത്, ചേച്ചി ഇവിടെ വന്നപ്പോൾ തന്നെ അവർ വിശ്വാസം പ്രഖ്യാപിച്ചു. അവരെന്താണ്, നടക്കാത്ത കാര്യം ആദ്യമേ കയറി ഉടമ്പടി വെച്ചു. എന്താണ്, മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട്. അപ്പം ഇത് ആദ്യമേ വെച്ചു. ഇത് മനുഷ്യർ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ദൈവം എങ്ങനെയാണ് ആവുക, നടന്നാൽ കൊള്ളാം, മാതാവേ നടത്തണേ. ഇങ്ങനെയൊക്കെ ചില പഴങ്കഞ്ഞി ക്രിസ്ത്യാനികളുണ്ട്. അവർ വന്നിവിടെ ചളുവാരി വർത്തമാനം പറഞ്ഞ് തന്നെ ഇത് കുളവാക്കിയെടുക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ചെറിയ ഇടിവെട്ട് വിശ്വാസക്കാരുണ്ട്. അവർ വന്നിട്ട് ഒറ്റ ഫ്ലാറ്റാണ് അവർ. അതായത് അവർ പറയും, അമ്മേ ഈ സംഭവം അമ്മയില്ലാതെ നടക്കത്തില്ല, ഞാൻ അമ്മയെ ആശ്രയിക്കുകയാണ്, എനിക്ക് വേറെ ഓപ്ഷനില്ല. അവർ ഉടമ്പടിയിൽ ആദ്യം വെക്കും, എനിക്ക് വഴി കിട്ടണം, എനിക്ക് വീട് കിട്ടണം, നമ്പറിട്ട് കിട്ടണമെന്ന്. അത് അവരുടെ പ്രയോറിറ്റിയിലാണ് അവർ രക്ഷപ്പെട്ടു പോയത്. അവർ ഫസ്റ്റ് പ്രിഫറൻസിൽ ഈ നിയമപരമായിട്ട് വിരുദ്ധമായൊരു കാര്യം, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരാദ്യം വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ആ വിഷയം. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ചീട്ട് മേടിക്കും. അപ്പോൾ ക്യാൻസർ ഉടനെ അച്ഛൻ കാണുമല്ല, അപ്പോൾ അതുകൊണ്ട് ചീട്ട് മേടിക്കും. ചീട്ട് മേടിച്ചിട്ട് തള്ള വന്ന് പറയണത് എന്താണെന്നറിയാവോ?
മകൾക്ക് കാനഡയിൽ പോകാൻ അവർക്ക് PR കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ പിന്നെ രണ്ടാമത് പറയണത് അവർക്ക് വീട് ശരിയായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചുറ്റും മേടിച്ചിരിക്കണത് എന്താണ്? ഭർത്താവിന് ക്യാൻസർ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഈ നിൽക്കണതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്? അതെ. വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് എന്താണ്? ചേട്ടൻ ക്യാൻസറാണ്. എന്നാൽ ചേട്ടൻ്റെ മരിപ്പ് വരെ അവരെടുത്ത് കുഴിയാഴ്ച കഴിഞ്ഞ് നിൽക്കണവരെ ആളെന്ന് അവർ മാനസികമായിട്ട് ആ വിഷയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇയാൾ മരിക്കും, അതിനുശേഷം പിന്നെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് അവർ. പക്ഷേ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഇയാളെ കരുവാക്കാതെ കാണാൻ പറ്റത്തില്ല. ഇതോടുകൂടി ഈ ചേർത്തിയുടെ കാര്യത്തിലൊരു ഏറെക്കുറെ ഒരു തീരുമാനമാകും. എന്താണ്? ഇവർ ബാക്കിലേക്ക് പോകും. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവായിട്ട് ബന്ധമില്ല. അതാണ് വിഷയം. എന്താ പ്രശ്നം വെച്ചാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത്, ഈശോ പറയണത് ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തണം, അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് നൽകുമെന്നല്ലേ. ഇപ്പം 33:6 ഭയങ്കരമായൊരു മദർ വേർഡാണത്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പ്രസവിച്ച് കൊണ്ടേയിരിക്കും, അല്ലേ? ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ട്. അല്ല, ഒന്നാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. മദർ വേർഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കൊരു അനോയിൻറ്റിങ് ആയി പോയി കഴിഞ്ഞാൽ ഈ വേർഡിൽ നിന്ന് കുറേ വചനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം അതിങ്ങനെ വചനം പുതിയ കാഴ്ചപ്പാട് ഉൾക്കാഴ്ചകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മത്തായി 6:33 ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ബാക്കിയുള്ളത് ചേർത്ത് കിട്ടുന്നതെല്ലാം. ഇപ്പം ചേർത്ത് കിട്ടുന്ന കാര്യത്തിൻ്റെ അത് ദൈവമഹത്വം ഇല്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം, ഒരു കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുമ്പോൾ മഹത്വത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാകുന്ന ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം ദിസ് ഇസ് തേർഡ് പോയിൻറ്റ്. ആദ്യം എന്താണ്? വിശ്വാസം എന്താണ് ചെയ്യണം? വിതിൻ നോ ടൈം പ്രഖ്യാപിക്കണം. മൂന്നാമത്തെ എന്താണ്? കണ്ടൻറ് ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുന്ന രീതിയിൽ നീ ഈശോയുമായിട്ട് ഇൻറ്റിമേറ്റ് ആകണം. മൂന്നാമത്തെ എന്താ വെച്ചാൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. അതായത് ഒരു വിഷയം അത് മഹത്വത്തിൻ്റെ കണ്ടൻ്റായിട്ട് വെച്ചാൽ ദൈവത്തിന് മഹത്വം വെച്ചാൽ നമുക്കറിയാമില്ല, ആന നിന്നാലും ചിലപ്പോൾ 12,000, ചെരിഞ്ഞാലും 12,000 എന്ന് പറയും. പണ്ടത്തെ കണക്കാണ്. ഇപ്പം ചിലപ്പോൾ 1 ലക്ഷമോ 1.5 ലക്ഷമൊക്കെ ആനയ്ക്ക് വരെ ഉണ്ടാവും. ആന ചത്താലും അതിൻ്റെ കൊമ്പ് കിട്ടുമല്ല, അതാണ് അതിൻ്റെ വില വ്യത്യാസം വരാത്തതിൻ്റെ കാരണം. ആന നിന്നാൽ തടി വലിപ്പിക്കാനുള്ള വിലയാണ് അതിനുള്ളത്. ആന ചെരിഞ്ഞ കൊമ്പിൻ്റെ വിലയാണ് ഉള്ളത്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ലാഭമാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടത്തില്ല. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ ഒരു വിഷയം. വിശ്വാസം ഇപ്പം നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ സന്നിധി വെച്ചു. മേ ബി ഒരു ഹാർഡായിട്ടൊരു ടാസ്ക്കാണെന്ന് വിചാരിച്ചോ, വിശ്വാസം ദൈവത്തിൻ്റെ വെച്ചു. ആ വിശ്വാസം നടന്നാൽ ആ വീട് അത് നിനക്ക് ജോലി കിട്ടുകയോ അതനുസരിച്ച് നിൻ്റെ കാര്യങ്ങൾ നീ കല്യാണം കഴിക്കുകയോ അങ്ങനെ പോയാൽ ആ രീതിയിൽ ഇറ്റ്സ് ഓക്കെ. ഇനി അതിന് ദൈവമഹത്വം ഉണ്ടാവും. അത് നടന്നില്ലെങ്കിലും മഹത്വം ഉണ്ടാകണം. യു ഗോട്ട് ദ പോയിൻറ്റ്. ആ കാര്യം നടന്നില്ലെങ്കിലും എന്താണ്? കർത്താവേ, ഇതല്ല നിൻ്റെ മനസ്സൊന്നിപ്പേക്ക് മനസ്സിലായി. ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ ചെറുക്കനെ കല്യാണം കഴിക്കണം അല്ല നിൻ്റെ മനസ്സൊന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ കല്യാണം പോയത്. സോ ഗ്ലോറി ബി ടു യുവർ നെയിം, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അത് കണ്ടൻറ് ഓഫ് ദി ഗ്ലോറി എന്ന് പറഞ്ഞതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഒരു കല്യാണം വന്ന എൻ്റെ അച്ഛാ എന്ത് പരിപാടിയായി വെച്ചാൽ കാണിച്ചത്, ഞാനവിടെ പിടിച്ച് ഇതാണ് എൻ്റെ, എന്നിട്ട് മനസ്സമ്മതവും വരെ നടന്നാണ്. എല്ലാവരും അടിച്ചാണ്, കുറേ കാശും പോയതാണ്. ആൾക്കാരും കോവിഡായ കാരണം തിരിച്ച് കാശും തന്നില്ല, ആകപ്പഴയും കടത്തിലായി എന്ന് വെച്ചാൽ ഉള്ള ആ കല്യാണം പോയെന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ അവർ 2-3 പ്രാവശ്യം ഇങ്ങനെ നിലവിളിക്കും. കാര്യം അതായത് ഇവർ വിശ്വാസിയാണ്, പക്ഷേ ഇതിനുള്ളിൽ അവർ 2-3 പ്രാവശ്യം നിലവിളിക്കും. ദാറ്റ് മീൻസ് ഇവർ ആ ഒരു വിഷയത്തോട് വളരെ വൈകാരികവും മാനുഷികവുമായിട്ടാണ് അടുക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ദൈവിക കണ്ടൻ്റ് ഉണ്ട്. ഒരു ദിവസം ഞാനൊരു മകളെ കുമ്പസാരിപ്പിക്കുകയായിരുന്നു ഈ പള്ളിയിൽ. ഇവിടെ മാക്സിമിലൻ കോൾവേ എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ഇവിടെ. ഞാനവിടെ കൊച്ചച്ഛനായിരുന്നു, എൻ്റെ കീഴിലായിരുന്നു ആ പള്ളി. കാര്യം വികാരത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ അവിടെ എല്ലാ പരിപാടിയും ഇപ്പോഴത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനവിടെ കുമ്പസാരിക്കുന്ന സമയത്ത്
ഒരു പെങ്കൊച്ചനോട് പറഞ്ഞ്, അച്ഛാ നാളെയാണ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ്, ഇത് കല്യാണ കുമ്പസാരമാണെന്ന് പറഞ്ഞു. അപ്പം കല്യാണ കുമ്പസാരം നടത്തി അവളെ ആശീർവദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മകളെ ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അവളെന്നെ തല്ലാഞ്ഞത് ഭാഗ്യം. കാര്യം തിരിച്ചവൾ വന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് വിതിൻ നോട്ടായി ഞാൻ പറഞ്ഞതാണത്, ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല. ആ കല്യാണത്തിനത് പെശക ഉണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് തിരിച്ചു വന്ന് ചോദിച്ചു എന്താണ് ചെയ്തത്. അപ്പം നീ അത് കുറച്ചുകൂടി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ 4-5 പേര് വന്ന്, കാര്യം നിസ്സാര കാര്യമാണ്. നാളെ കല്യാണത്തിന് ഇങ്ങനെ വന്ന് ഒരു പ്രാന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിടുക തന്നെ. അതും 10 സ്ഥലം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുക എന്നുള്ള പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളേതായാലും ശരി, എന്നെ ഒന്നും ഇപ്പോൾ പറയേണ്ട, നിങ്ങൾ ഒന്നുകൂടി പോയി കാര്യങ്ങളൊക്കെ ചെറുക്കനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിക്കാൻ പറഞ്ഞ സമയത്ത് അവർ എന്നോട് കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അവർ വിഷയം പോയി അന്വേഷിച്ചപ്പോൾ ചെറുക്കിന് വട്ടാണ്. അതാണ് വിഷയം, വട്ടാണത്. ആ കല്യാണം കളഞ്ഞവർ അവരുടെ കാശും കുറച്ച് പോയി. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം വേറെ കല്യാണം കഴിച്ച് വളരെ ഭംഗിയായിട്ട് ജീവിക്കണം, ഒരു പ്രശ്നമൊന്നുമില്ല. അതല്ലേ ഞാൻ പറയണത്. ഒരു സംഭവം നമ്മൾ ആശിച്ചിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മേക്കിട്ട് കയറരുത്. അത് വലിയൊരു മണ്ടത്തരവാണ്. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാൻ പോണ്, നമ്മളെല്ലാവരും നമ്മുടെ കടക്കാരോട് നമ്മൾ പറയുകയാണ്, ഇതേ അഡ്വാൻസ് തന്നിട്ടുണ്ട്, പറ്റിപ്പ് പാർട്ടിയൊന്നും അല്ലെന്ന് തോന്നണേ, അഡ്വാൻസ് തന്നത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ആ പൈസ കിട്ടിയാൽ നിങ്ങളുടെ പൈസ തരും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ പൈസ അവരെ അഡ്വാൻസ് തന്ന ആൾക്കാർ പിന്നെ വരത്തില്ല. അവരെ കാശ് ഉപേക്ഷിച്ചു, പക്ഷേ അവർക്ക് പറമ്പ് വേണ്ട. വിളിച്ചു ചോദിച്ചോ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ലോൺ തരാമെന്ന് പറഞ്ഞ മറ്റൊന്ന് തരണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു ദൈവമേ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്ന് അവസാനം കപ്പിനും ചുണ്ടിനും എടുത്തെത്തിയപ്പോൾ തെറ്റിപ്പോയില്ല, ഇതെന്നാ ദൈവമാണെന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അതോടുകൂടി ഇതിൻ്റെ കാര്യം തീരുമാനമായി. ആൾക്കാർ ചെന്ന് പണി മേടിക്കണതാണ്, ദൈവത്തെക്കുറിച്ച് അറിയാതെ പണി മേടിക്കണതാണ്. കാര്യം നമ്മൾ ഒന്നുറങ്ങിയാൽ നേരം വെളുക്കുമോ? എത്ര പ്രാവശ്യം ഉറങ്ങേണ്ടി വരും? ഞാനൊക്കെ 3 പ്രാവശ്യം ഉറങ്ങിയിട്ടാണ് നേരം വിളിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ ദൈവവുമായിട്ട് കയറി കോർക്കരുത്. മാതാവിൻ്റെ ഏറ്റവും വലിയ മാതൃക അതാണ്, കോർക്കത്തില്ല. എന്തെല്ലാം വിഷയം ഉണ്ടായാലും ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്തെല്ലാം ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റാണ് നടക്കണമെങ്കിലും യേശുവിൻ്റെ അമ്മ എന്ന് പറയണത് അത് നന്നായിട്ടാണ് പറയണത്. 1:47 പറയുന്നില്ല, യേശുവിൻ്റെ അമ്മ, അവൻ്റെ അമ്മ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം ഇതൊരു വിഷയം. അതായത് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ 4ാമത്തെ ഘട്ടം എന്താണ്? എന്തെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞ് അതിൻ്റെ പേര് ബോൾട്ടാക്ക് പോകരുത്. പറഞ്ഞ മനസ്സിലായ? വിശ്വാസത്തിന് 1ാമത്തെ വിഷയം എന്താണ്? ടൈം കണ്ടൻറ്റ്. 2ാമത്തെ വിഷയം എന്താണ്? ഫാദേഴ്സ് ടച്ച്. 3ാമത്തെ വിഷയം എന്താണ്? മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. 4ാമത്തെ വിഷയം എന്താണ്? 4ാമത്തെ വിഷയം നോ കമൻറ്റ് പ്ലീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ വിശ്വാസത്തിന് നിനക്ക് നിരക്കാത്ത, സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ദൈവത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പം നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും ദൈവവുമായിട്ടുള്ള. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചിന്തയ്ക്ക്, ആലോചനയ്ക്ക്, ആഗ്രഹങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ദൈവിക നടപടി വന്നാൽ അത് സ്നേഹത്തോടെ നിന്റെ തിരുമനസ്സിനെ കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്യണമേ. നീ എൻ്റെ നാഥനല്ലോ